ഹലോ, ആ സുശീല ചേച്ചിയാ? ആ ചേച്ചി, ഞാൻ എത്ര എണ്ണത്തിന് കൊണ്ടുവന്നു ചേച്ചി? ഇത് നടക്കാത്തന്നെ എന്റെ കുഴപ്പമാണോ ചേച്ചി? തന്നെ എന്തായാലും സമാനപ്പെടുക ചേച്ചി. നാളെ എന്തായാലും ഒരു കൂട്ടർ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്. അതെന്തായാലും ഓക്കെ ആവും ചേച്ചി. സമാനപ്പെടുക നിങ്ങള്. ഓ ശരി, ഞാൻ നാളെ എന്തായാലും വിടും ഞാൻ അങ്ങോട്ട്. ആരെ പറ്റി പറയണേ? ആ മേലെടുത്ത സുശീല ചേച്ചി വിളിച്ചത്. എന്ത് പറഞ്ഞു? ആ കൊച്ചിന് ഞാൻ ഒരു 10-30 കല്യാണാലോചന ഉണ്ടോ കൊടുത്തു. ഈ വർണ്ണ പയ്യന്മാർക്ക് പിടിക്കണ്ടേ? ഉണ്ടുമണി പോലെ ഇരിക്കല്ലേ ആ കൊച്ചി. കല്യാണം ഇതൊന്നും ആയില്ലേ? ഫിക്സ് ആയില്ലേ? ഇതൊന്നും പറയാം ഞാൻ. എന്നിട്ട് ആ വീട്ടിൽ ഞാൻ പറഞ്ഞു ആ കൊച്ചിന്റെ അമ്മയോട്, ഈ കൊച്ചിന് വല്ല ജിമ്മിലോ വല്ലതും പറഞ്ഞു വിടാൻ. ജിമ്മി പറഞ്ഞു വിടാൻ പറഞ്ഞതിന് ഈ കൊച്ചിന് പറയാനൊന്നുമില്ല. അവസാനം അവള് പറയാണ് ജിമ്മിൽ പോണ പൈസ ഞാൻ കൊടുക്കാനെന്ന്. ഈ എന്തെന്നറിയാമോ, ഈ പിള്ളേർ ഭയങ്കര തീറ്റയാണ്. ചെറുപ്പത്തിലെ തിന്ന് കടപ്പലാരങ്ങളും മാറ്റി കൊടുത്ത് തന്തയും തള്ളയും കൂടെ വഷളാക്കി കളയാൻ. തീറ്റി കുറച്ച് ഇതെല്ലാം കുറയും. കടപ്പലാരം തിന്നുമ്പോ ഇതുപോലെയൊക്കെ തന്നെയാണ്. നാളെ എന്തായാലും ഒരു കൂട്ടരെ ഞാൻ അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആണോ? നടക്കുമെങ്കിൽ നടക്കട്ടെ. എവിടെയുള്ള പാർട്ടി? ഇവിടെ അടുത്തുള്ള തന്നെ. അവർക്കും അറിയാന്ന് പറയുന്ന കേട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക്. എന്റെ മോളെ പ്രായമാണ്. എന്റെ മോളെ കൂടെ പഠിച്ചാണ്. പക്ഷെ എന്റെ മോക്ക് ഇപ്പൊ 2 കുട്ടികളായി. ഈ കഴിയും വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ? അവക്ക് നല്ലൊരു ജോലിയുണ്ട്, ന്യായമായിട്ടുള്ള ശമ്പളമുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ഈ വർണ്ണ പയ്യന്മാർക്ക് ഇവളെ ഇഷ്ടപ്പെടണ്ടേ? എന്നാ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയാമോ? ഈ പയ്യന്മാരെ തന്നെ, പയ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ നോക്കേണ്ട കാര്യമില്ല. ഈ ഡിവോഴ്സായി നിൽക്കുന്നവരോ 2ാം കെട്ട് കഴിഞ്ഞ് നിൽക്കുന്ന ടീമുകളുണ്ടല്ലോ, ഇവരാരെങ്കിലും ഒന്ന് നോക്കിക്കോട്. അത് സമ്മതമാണോ അവർക്ക്? ഇനി ചോദിച്ചാലേ ഇനി അതറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അത് നോക്ക്. ഈ പൊണ്ണ തടിയും വെച്ചോണ്ട് എന്ത് ചെയ്യ പെണ്ണ്? ഈ തടിയാണ് വിഷയം. പറഞ്ഞ പയ്യന്മാർക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം ഇതാണ്. ഇനിയിപ്പോ അങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കാം. 2ാം കെട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതൊന്ന് ചോദിച്ചു നോക്കാം. ഇതിൽ ഒരു കൊച്ചു രക്ഷപ്പെട്ട് പോട്ട്. ഞാനും അതിന്റെ പുറകെ നടക്കുന്ന. അതുകൊണ്ടാണ് ഈ കൊച്ചു എങ്ങനെയെങ്കിലും പോട്ടെ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെന്നുള്ള ധാരണയിലാണ് ഞാൻ. ഒരു ഒറ്റ കൈ പ്രയോഗമുണ്ട്. നിങ്ങൾ ആ പെങ്കൊച്ചിന്റെ വീട്ടുകാരടുത്ത് പറയണം, ഈ പെൺകുട്ടിയും കൊണ്ട് ഒരു ജോൾസിന്റെ അടുത്ത് പോയിക്കണം. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പെണ്ണിനൊരു ചരട് ജപിച്ച് ഇടണം. എന്നിട്ട് പോറ്റിയെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്തെന്നറിയാമോ? ഒരു 3 മാസം 90 ദിവസത്തേക്ക് ഒരു വ്രതം എടുക്കണം. ഒരു നേരത്തെ ആഹാരം കഴിക്കാവൂ. അപ്പൊ ഈ കൊച്ച് വ്രതം അനുഷ്ഠിക്കൂലേ? ഈ 3 മാസം കൊണ്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ ഈ കൊച്ചിന്റെ വണ്ണവും പോവും, കല്യാണവും നടക്കും. ഇങ്ങനെയുണ്ട് ഐഡിയ, നോക്കൂ. ഞാൻ വഴിയൊന്ന് നോക്കാം. എന്തായാലും നാളെ ഞാൻ ഈ ഒരു പാർട്ടി അങ്ങോട്ട് വിടുന്നു. അതൊന്നും നടന്നില്ലെങ്കിൽ ഇതാണ് തീരുമാനം. നടത്തിക്കുക. ഇത് നടക്കുകൊണ്ടാ ഇങ്ങനെ ചെയ്യിപ്പിച്ചാ മതി. നടക്കും. ഒരേ ഇത് വല്ലതും കിട്ടണമെങ്കിൽ എനിക്കൂടെ തരണം. ഐഡിയ പറഞ്ഞത് ഞാനാണ്. തീർച്ചയായിട്ടും നടന്നാൽ നമുക്ക് 2 റുപ്യാണ് ഇതിന്റെ ഉള്ള ഓഹരി. ഓക്കെ. ഇങ്ങോട്ട് വേണം. ഇനി ഒരു പാർട്ടി കാണാറുണ്ട്. ശരി. എന്നാ ചായ. നാളെ 10 മണിക്ക് അവരെത്തുമെന്ന് പറഞ്ഞ്. ഓ, കുടുംബം ഒന്നും നോക്കുന്നില്ലടി. നമുക്കും കുറവുകളൊക്കെ ഇല്ലേ? അതൊന്നും നോക്കി ഇരുന്നിട്ടേ കാര്യമില്ല. കുറച്ച് പൊന്നോ കാശോ കൂടുതൽ കൊടുത്തിട്ടാണെങ്കിലേ എങ്ങനെയെങ്കിലും കല്യാണം നടന്നാൽ മതിയായിരുന്നു. എത്ര നല്ല ആലോചനകളാണ് വന്നത്. എല്ലാം പോയില്ലേ? എൻ്റെ കണ്ണടയുന്നതിന് മുമ്പേ ഈ കല്യാണം ഒന്ന് നടന്ന് കണ്ടാൽ മതിയായിരുന്നു. ഈ ചിങ്ങത്തിൽ അവൾക്ക് 27 വയസ്സ് തികയുക. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പേ നല്ല ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചാൽ മതിയായിരുന്നടി. ഡി, അവള് വന്ന് നാളെ വിളിക്കാം. അപ്പൊ സുശീല ഇന്നും കണ്ണീരും പദവും തന്നെയാണല്ലേ? ആരോടായിരുന്നു ഇന്നത്തെ പദം പറച്ചില്? സുമച്ചിട്ടായിരുന്നു. എന്തായിരുന്നു ഇന്നത്തെ വിഷയം? ഒന്ന് പോടി അവിടുന്ന്. നിനക്കെല്ലാം തമാശ. മനുഷ്യരിവിടെ തീരി നിരിക്കുമ്പോഴാ. ഉയ്യോ, സുശീലാമ്മ ഒറ്റയ്ക്ക് തീയൊക്കെ തിന്നാൻ തുടങ്ങിയോ? ഫയർഫോഴ്സിനെ വിളിക്കണോ? ഒന്ന് പോടി അവിടുന്ന്. അവിടെ ഒരു തമാശ. കെട്ടിക്കാറായ മോള് പുര നിറഞ്ഞ് നിൽക്കുമ്പോഴേ അതിന്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അമ്മമാർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. കെട്ടിക്കാറായ മോള് പുര നിറഞ്ഞു നിൽക്കുന്നു എന്നല്ലേ? അപ്പം ബോഡി ഷേമിങ്. ഉറപ്പായിട്ട് ഇത് ഞാൻ കേസ് കൊടുക്കാൻ പോവാ. നോക്കിക്കോ. പറഞ്ഞേക്ക്. അടി വെച്ചെന്നുണ്ടല്ലോ. നാളെ ഒരു കൂട്ടര് പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അവർക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തും. ഒരു ഒഴിവുകേടും പറഞ്ഞോണ്ട് വന്നേക്കല്ലോ.
അപ്പം ഇതായിരുന്നു കാര്യം അല്ലേ? ഞാൻ എന്തോ ഒഴിവൊഴികളാ പറഞ്ഞുകൊണ്ടിരുന്നത്. മൊത്തം 68 പേര് എന്നെ പെണ്ണ് കാണാൻ വന്നു. അതിൽ ഒരു 60 പേരൊക്കെ എനിക്ക് ഇഷ്ടമായതാണ്. പിന്നെ അവർക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത എൻ്റെ കുറ്റമാണോ? വണ്ണമാണെന്ന് പറഞ്ഞാൽ അവരല്ലേ ഒഴിഞ്ഞു പോയത്. ഓ, എൻ്റെ മോക്ക് സങ്കടമായില്ലേ? ഈ കല്യാണം നടക്കും. അമ്മ നേർച്ച ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു സങ്കടമൊന്നുമില്ല. പിന്നെ സങ്കടം വന്നിട്ട് ഞാനിപ്പോൾ അങ്ങ് മരിക്കാറായി. ഒന്ന് പോയേ അമ്മ എവിടുന്ന്. മോള് വിഷമിക്കണ്ട, ഈ കല്യാണം നടക്കും. അമ്മയ്ക്ക് ഉറപ്പാ. അമ്മ ഇവിടെ ഉറപ്പും പറഞ്ഞുകൊണ്ടിരുന്നോ? എനിക്ക് ഒരു സങ്കടവും ഇല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ കല്യാണം എന്ന് പറഞ്ഞിട്ടേ ഞാനിങ്ങനെ കെട്ടാൻ മുട്ടി നിൽക്കുമൊന്നും അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്കിഷ്ടപ്പെട്ട് എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വന്നാൽ അപ്പം നമുക്ക് ആലോചിക്കാം. അതുവരെ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് നിന്ന് പൊയ്ക്കോളാം. അമ്മ ഇനി അതിൽ വിഷമിക്കൊന്നും വേണ്ട. പിന്നെ അങ്ങനെ ഒരാൾ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വരുമായിരിക്കും. ഓരോ പിള്ളേർ പഠിക്കാൻ പോകുമ്പോഴേ ഓരോരുത്തരെ പ്രേമിച്ചു കൊണ്ടുവരും. ഇതിനെ കൊണ്ട് അതിനും കൊള്ളത്തില്ല. കഷ്ടം തന്നെ. ദേ സിംഗിളായിട്ടിരിക്കുന്ന എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ടല്ലോ ചങ്ക് കുത്തുന്ന ഓരോ വർത്താനം പറയുമോ അമ്മ? അമ്മയൊന്നൊന്നും ഞാൻ നോക്കത്തില്ല, പറഞ്ഞേക്കാം. ഇത് നടക്കും, എൻ്റെ മനസ്സ് പറയുന്നു മോളെ. കഴിഞ്ഞ 68 പേര് വന്നപ്പോഴും അമ്മ ഇത് തന്നെയല്ലേ പറഞ്ഞേ? ആ, കുറെ കേട്ടിട്ടുണ്ട്. നടക്കൂട്ടാ. ഈ കല്യാണം നടക്കും. ഞാനേ നേർച്ച നേർന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നടക്കും. എൻ്റെ അമ്മേ, നടക്കേ ഇരിക്കേ ഓട് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. എനിക്ക് നല്ല വിശക്കുന്നു അമ്മ. എന്തായാലും കഴിക്കാൻ എടുക്ക്. ചായ എങ്കിലും ഇട്ടതാ. എന്നാ എണീറ്റേ എഴുന്നേക്ക് അങ്ങോട്ട്. നടക്ക് നടക്ക്. അമ്മ, ഇന്നേ ഓഫീസിൽ നല്ല പണിയായിരുന്നു. നല്ല വിശപ്പ്. ഒരു ജ്യൂസ് മാത്രം ഇന്ന് കുടിച്ചത്. ജ്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്തത്. നമ്മുടെ ഗീതാമ്മയുടെ മരുമോളില്ലേ? ആരതി ചേച്ചിയോ? ആ, അവരെന്താ ജ്യൂസ് കട തുടങ്ങിയോ? അതല്ലടി, അവളെ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോഴേ ഭയങ്കര വണ്ണമായിരുന്നു. ഒന്ന് പെട്ടെണ്ണിച്ചപ്പോഴോ അതിനേക്കാളും വണ്ണം വെച്ചു. അവൾ എന്തോ ജ്യൂസോ ഷെയ്ക്കോ ഏതാണ്ട് കഴിച്ചു. ഇപ്പൊ എന്താ പറഞ്ഞാലും പെൻസില് പോലായി. നമുക്കതൊന്ന് വാങ്ങിച്ചു കുടിച്ചാലോടി. എന്റെ അമ്മ, അമ്മയ്ക്കിത് എന്താ? ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന അമ്മയ്ക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ലേ? ആരോഗ്യത്തോടെ ഇരുന്നാ പോരെ അമ്മ. ഞാനിങ്ങനെ എന്റെ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സന്തോഷത്തോടെ അങ്ങ് ജീവിച്ചു പോക്കോട്ടെ. ഇതൊരു കഷ്ടമായത്. നിനക്കേ അതൊക്കെ പറയാ. എന്നെ കാണുമ്പോഴേ നാട്ടുകാർ മൊത്തം ചോദിക്കുക, മോളെ കല്യാണം കഴിക്കുന്നില്ലേ? എപ്പോഴാ കല്യാണം? നാഴിക്ക് 40 വട്ടെ ഞാനതിന് മറുപടി പറയുന്നത്. അമ്മ എന്തിനാ നാട്ടുകാരെ പേടിക്കുന്നേ? അവരാണോ നമുക്ക് ചെലവിന് തരുന്നേ? ഓ, ഈ നോക്കും കൂടി ഇല്ലായിരുന്നു ഈ പുറയുണ്ടായിരുന്നു. എന്റെ പൊന്നു സുശീലാമ്മ, ഇങ്ങോട്ട് നോക്കിക്കേ. പിണങ്ങിയോ അമ്മ? എനിക്ക് ഈ വണ്ണമൊക്കെ ഉണ്ടെങ്കിലേ ഈ ഒരു വണ്ണത്തിൽ എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ വന്ന് കെട്ടിക്കോട്ടെ. അതല്ലെങ്കിൽ വേണ്ട, ഞാനിങ്ങനെ അങ്ങ് നിന്ന് പോയിക്കോളാം. പിന്നെ സ്ത്രീധനം ചോദിച്ച ആരെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആട്ടി ഓടിക്കുക, അതേ പറഞ്ഞേക്കാം. പിന്നെ എന്തിനാ കല്യാണം കഴിച്ചില്ലെങ്കിലും കഷ്ടപ്പെടാതെ എനിക്ക് ജീവിക്കാമല്ലോ. എന്താ നമുക്ക് അറിയാവോ? എന്ത്? അച്ഛൻ മരിച്ചുപോയിട്ടേ എൻ്റെ അമ്മ എന്നെ നല്ല പൊന്നുപോലെയല്ലേ നോക്കിയത്. ഇത്രയും കഷ്ടപ്പെട്ട് അമ്മ എന്നെ പഠിപ്പിച്ചു, എനിക്കൊരു ജോലി കിട്ടി. പിന്നെ ഇപ്പം കല്യാണം കഴിച്ചില്ലെങ്കിലും എനിക്ക് സ്വന്തം കാലിലൊക്കെ ജീവിക്കാം. അതെങ്ങനെ മോളെ? ജോലി ഉണ്ടെന്ന് പറഞ്ഞ എല്ലാം ആവുമോ? കൂട്ടിന് ഒരാള് വേണം. എനിക്ക് കൂട്ടിന് എന്റെ സുശീലാമ്മയില്ലേ? ഞാൻ പെട്ടെന്ന് ചത്തുപോയ നീ എന്ത് ചെയ്യും? അത് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. അങ്ങനെ ഇപ്പൊ സങ്കടപ്പെടണ്ട. അതൊന്നും എന്തായാലും അടുത്ത കാലത്ത് നടക്കാൻ പോകുന്നില്ല. ഒരു 100 കൊല്ലം എന്റെ അമ്മ ഇങ്ങനെ പയറ് മണി പോലെ ഇങ്ങനെ ജീവിക്കും. പോസത്തെ പോയി കുളിച്ചിട്ട് വാ. ഓ, അമ്മമാരെ ദണ്ണം പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവത്തില്ല. നിനക്ക് എന്താ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയത്? ആ ഉണക്ക ചപ്പാത്തി തന്നെയല്ലേ ഈ വീട്ടിലുള്ളത്? അതെ. വേറൊന്നും ഇല്ലല്ലോ? അതെ, അത് മതി. ചോറ് കഴിച്ചാലേ വണ്ണം വെക്കും. അത് കഴിച്ചാ മതി. പോ. ഞാനങ്ങ് സഹിച്ചു. ഓക്കെ. പിന്നെ മുട്ടക്കറി തന്നെയല്ലേ സ്പെഷ്യല്? മാറ്റൊന്നും ഇല്ലല്ലോ? ഇല്ല, എനിക്ക് ചോറ് ഇഷ്ടമല്ല. മുട്ടക്കറിയും ചപ്പാത്തിയും തന്നെ തന്നാ മതി. ഓ, നീ വിളിച്ചായിരുന്നോടി? ഞാൻ കുളിക്കുമായിരുന്നു. അതെയോ? എന്നിട്ട് പിന്നെ നിന്റെ വിശേഷം പറ. ഇവിടെ എന്തോന്ന് പതിവ് പോലെ പെണ്ണ് കാണാൻ വരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. എന്നാ ശരി. നീ എന്നാ ഇനി നാട്ടിലേക്ക് വരുന്നേ? ഓക്കെ, വരുമ്പോ വിളിക്കേട്ടോ. നമുക്ക് കാണാം. ഓക്കെ, അപ്പം ശരി എടി. നീതു, അമ്മേ, നീ ആ ദിനേശിന്റെ പാല് കാച്ചിനിട്ട ചുരിദാർ എന്ത് ചെയ്യേ? ഏതാ? ബ്ലാക്കോ? നാളെ അത് ഇട്ടാ മതിയേ.
അതല്ലേ അമ്മ പറഞ്ഞു അത് ഇടണ്ട, അത് ശകുനം ഇല്ലാന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞില്ലേ? അതെനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുണ്ടാവില്ല. നാളെ എന്തായാലും അത് ഇട്ടാ മതി. അതിടുമ്പോഴേ കുറച്ച് ഒതുക്കമുണ്ട്. ഓ തമ്പ്ര, ശരി എന്നാ. ദേ അമ്മേ, ഞാൻ ഇപ്പോഴും പറയാണ്, എന്നെ കെട്ടിക്കാതിരുന്ന നമുക്ക് ഈ പൈസയൊക്കെ വെച്ച് എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പൊക്കെ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കാം. അയ്യോ, ഞാനില്ലേ ട്രിപ്പിനൊന്നും. നീ നിന്റെ ഭർത്താവോട് അങ്ങ് ട്രിപ്പിന് പോയാ മതി. എന്നെ വെറുതെ വിട്ടേര്. ഇതെന്തൊരു അമ്മയത്? അങ്ങനെ ഒരു കല്യാണം നടക്കാൻ വേണ്ടി ആലോചിക്കുമ്പോഴ ട്രിപ്പ് അവിടെ. ഓ ശരി അമ്മ, കഴിക്കാൻ വല്ലതും ആയോ? കഴിക്കാനായി, എന്നിട്ട് വാ. ഓ ശരി, ആയിക്കോട്ടെ. 2 നടക്ക അങ്ങോട്ട്. ആ ഉണക്ക ചപ്പാത്തി കഴിച്ചിട്ടും ഒരു കുറവൊന്നും ഇല്ലല്ലോ. ദേ മോളെ, ഇത് മോളെ ചായ എടുക്ക്. മോൻ എന്താ ജോലി? ഞാൻ കാനഡയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷെ ഇപ്പം റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. അയ്യോ, അപ്പം ജോലി ഇല്ലാതെ? അവനെ ആരുടെ കീഴിൽ പണിയെടുക്കുന്ന അത്ര ഇഷ്ടമല്ല. അവന്റെ വളർച്ച മേടിച്ചു എന്ന് അവൻ പറയുന്നത്. അവന് കുറച്ച് ബിസിനസ് പ്ലാൻസ് ഒക്കെ ഉണ്ട്. എനിക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് പ്ലാനുണ്ട്. കാനഡയിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ലോണും ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അവന്റെ കാശ് അവന്റെ ഇഷ്ടം. ഇപ്പൊ ഞാനും അച്ഛനൊന്നും പറയാൻ പോകാറില്ല. അവൻ ഈ കാര്യത്തിൽ പെങ്ങളൊന്നുമില്ല, അച്ഛനൊന്നുമില്ല. നീ ഇത് ടെക്നോ പാർക്കില്ലേ ജോലി? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി സംസാരിക്കുക. അല്ലേ സുശീലാവേ? ആയിക്കോട്ടെ. ഇവിടുത്തെ അച്ഛൻ മരിച്ചിട്ട് എത്രയായി? നീരുവിന്റെ ചെറുപ്പത്തിലേ പോയതാ. അമ്മ ഇരിക്കേ. കുഴപ്പമില്ല, നമ്മുടെ ചായ കുടി. എനിക്കൊന്നും ചോദിക്കാനില്ലേ? ഇല്ല. ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ലല്ലോ. അതെന്താ, അതിലെന്താ അടി തോന്നുന്നുണ്ടോ? തടിയുടെ കാര്യമല്ല, താൻ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. ഇതാദ്യമായിട്ടാ എന്നെ ലൈഫിൽ ഒരാൾ ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്താ? അല്ല, സാധാരണ എല്ലാരും വണ്ണമുണ്ട്, തടിച്ചി അങ്ങനെയൊക്കെയാണല്ലോ വിളിക്കുന്നത്. അതിനും വിപരീതമായിട്ട് ഒരാൾ പറഞ്ഞപ്പം ചിരിച്ചു പോയതാ. തനിക്ക് ഈ ഹസ്ബൻഡ് ആകുമ്പോൾ നാളെ കുറിച്ച് സങ്കല്പങ്ങളൊന്നുമില്ലേ? സങ്കല്പങ്ങളോ? എനിക്കൊക്കെ എന്ത് സങ്കല്പമാണുള്ളത്? അങ്ങനെയൊന്നുമില്ല. എന്നാലും അങ്ങനെ ചോദിച്ചാ, എന്നെ പോലുള്ള ഒരു വണ്ണമുള്ള കുട്ടിക്ക് അങ്ങനെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലേ ഈ നാട്ടുകാർ എന്നെ കളിയാക്കി ചിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് സങ്കല്പങ്ങളൊന്നും ഞാൻ വെച്ചിട്ടൊന്നുമില്ല. അതെന്താന്ന് ചോദിച്ചാ, എന്നാലും പറ, കേക്കാലോ. എന്ത് സങ്കല്പങ്ങൾ? അത് പിന്നെ ഡയറ്റ് എടുക്കാനൊന്നും എന്നോട് പറയരുതോ. അതിന് ഈ ഒരു തടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരാണോ അത് മതി. അല്ലാതെ പിന്നെ ഭാവിയിൽ ആന ഇങ്ങനെയൊക്കെ വിളിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ മെലിഞ്ഞ പെൺകുട്ടികളെയൊക്കെ തമ്മിൽ കാണുമ്പം കമ്പയർ ചെയ്യാനൊന്നും പാടില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത്രയും നാളായിട്ടും താനെന്താ കല്യാണം കഴിക്കാത്ത? അല്ല, തനിക്ക് അഫയേഴ്സ് വല്ലതും ഉണ്ടായിരുന്നു? അഫയേഴ്സ് ഒന്നുമില്ല, പിന്നെ ക്രഷൊക്കെ തോന്നിയിട്ടുണ്ട്. അത് അവിടെ നിന്നല്ല, എനിക്ക് അത് സ്വാഭാവികമാണല്ലോ. എനിക്കല്ലാതെ ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല? ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, അതും ഫ്രണ്ട്സ് മാത്രം. പിന്നെ ഈ ബോയ്സിന് തടിയുള്ള കുട്ടികളെ കാണുമ്പം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കലാണല്ലോ പതിവ്. അവരെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടല്ലേ കരുതുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ.
അതൊക്കെ അതെ. ഈ ഹ്യൂമർ സെൻസ് ഇല്ലായിരുന്നെങ്കിലേ ഈ ബോഡി ഷേമിങ്ങും ഒക്കെ കേട്ടേ ഞാൻ പണ്ടേ ഡിപ്രഷൻ അടിച്ചു പോയേനെ. എടോ, ഈ ബോഡി ഷേമിങ് ഒക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെ? അത് കുഞ്ഞിലെ ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു. ഇവന്മാർ ഈ ഇരട്ടപ്പേരാ ഫ്രണ്ട്സൊക്കെ വിളിച്ചോണ്ടിരുന്നത്. പെൻസില്, തീപ്പെട്ടിക്കൊള്ളി, ഈർക്കിലി. അവന്മാർക്കൊക്കെ എൻ്റെ പേര് പറഞ്ഞാൽ പോലും അറിയത്തില്ല. ഈ ഇരട്ടപ്പേരാ അവന്മാർ വിളിച്ചോണ്ടിരുന്നത്. ഒരിക്കലൊരു സംഭവം നടന്നു. എനിക്ക് ക്രഷ് ഉണ്ടായിരുന്ന ഒരു പെങ്കൊച്ചിൻ്റെ മുന്നിൽ വെച്ച് അതിലൊരു തന്നെ ഇരട്ടപ്പേര് വിളിച്ചു. അവൻ്റെ മൂക്കിനിട്ട് ഒരെണ്ണം കൊടുത്തു. പാവം മൂക്കും ചുണ്ടുമൊക്കെ പൊട്ടിച്ചോരയൊക്കെ വന്നു. പണ്ട് എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴേ ഒരു പയ്യൻ എന്നെ നോക്കി, നീ ഏത് റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അവൻ്റെ അമ്മയുടെ റേഷൻ കടയിൽ നിന്ന്. അയ്യോ, അതവന് വിഷമമായിട്ടുണ്ടാവും. എന്നോട് സംസാരിച്ച് നിന്നാൽ സമയം പോകുന്ന അറിയത്തില്ല. ഞാനെന്നാ പോട്ടെ. അത് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് എനിക്ക് ഉറപ്പാണ് കല്യാണത്തിന് സമ്മതമല്ലാന്നേ. അതുകൊണ്ട് തടിയുള്ളത് കൊണ്ടാണെന്ന് അമ്മ അടുത്ത് പറയാതിരിക്കാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും റീസൺ പറയോ? എടോ, ഞാൻ തന്നെ ഇഷ്ടമില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ തൻ്റെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് തന്നെ ഇഷ്ടമായി. പിന്നെ തൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. എടോ, എനിക്ക് ഇഷ്ടമായിട്ട് തന്നെയാണോ ഞാൻ തന്നെ കാണാൻ വന്നത്. എനിക്ക് മനസ്സിലായില്ല. എടോ, എനിക്ക് ഓക്കെയാണ്. തനിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. അല്ല, ഇപ്പം മറുപടി ഒന്നും പറയണ്ട. വളരെ ആലോചിച്ചിട്ട് താൻ മറുപടി പറഞ്ഞാൽ മതി. അല്ലാതെ പിന്നെ എൻ്റെ കോൺസെപ്റ്റിലുള്ള പെൺകുട്ടിയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചാലും നമ്മളിങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്യുകയും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരിക്കലും തന്നെ ബോഡി ഷെയിം ചെയ്യത്തില്ല, കളിയാക്കത്തുമില്ല. തനിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. ഞാൻ പോട്ടെ. ഹലോ സുശീലാവേ, മോളെന്ത് പറഞ്ഞു? ഹരിക്കൊന്ന് ഫോൺ കൊടുക്കൂ. കൊടുക്കാം. പറഞ്ഞോ. അത് ഹരി, ഒരു കാര്യം പറഞ്ഞോട്ടെ. കല്യാണം കഴിഞ്ഞ് എല്ലാരെയും പോലെ സെറ്റിൽ ആവണമെന്ന് തന്നെയാണ് എനിക്കും ആഗ്രഹം. പക്ഷെ വണ്ണമുള്ളത് കൊണ്ട് എല്ലായിടത്തു നിന്നും റിജക്ഷനാണ് കിട്ടിയിരുന്നത്. കുറേ ആലോചനകളൊക്കെ വന്ന് റിജക്റ്റ് ആയി പോയപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഹരിക്ക് എന്തോ ഓപ്പണായിട്ട് പറയാം. നേരത്തെ പറഞ്ഞത് കാര്യമായിട്ടായിരുന്നോ? എടോ, തൻ്റെ വണ്ണമൊന്നും എനിക്ക് കുഴപ്പമില്ലടോ. ഈ വണ്ണമാണ് തൻ്റെ ഭംഗി. ഇനിയിപ്പോൾ വണ്ണം ഉണ്ടെങ്കിൽ തന്നെ എന്താണ്, തന്നെ കാണാൻ കൊള്ളാം. തനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്. ഒന്നും പോരാത്തതിന് തനിക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമറും ഉണ്ട്. ഞാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയുടെ എല്ലാ ക്വാളിറ്റീസും തനിക്കുണ്ട്. അതുപോലെ പിന്നീട് ഇയാൾ റിഗ്രറ്റ് ചെയ്യരുത്. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആളുകൾ പറയരുത് ആനയും പാപ്പാനും നടന്നു വരുന്നു എന്നൊക്കെ. കളിയാക്കുന്നവർ കളിയാക്കത്തോ. എന്തായാലും നാട്ടുകാരെ ചെലവിലൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്നാ പിന്നെ നമുക്കൊന്ന് കല്യാണം കഴിച്ച് നോക്കിയാലോ? പിന്നല്ലാതെ. എന്താ മോളെ? അമ്മേ, അങ്ങനെ എനിക്കും കിട്ടി അമ്മേ, എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ.